മലപ്പുറം വളാഞ്ചേരിയിൽ വയോധികനെ കാണാനില്ല എന്ന് പരാതി. വളാഞ്ചേരി സ്വദേശി പോക്കറിനെയാണ് ഇന്നലെ മുതൽ കാണാതായത്. ചേരുകുളം പ്രദേശത്തെ കുറ്റിക്കാടിനടുത്ത് കാണാതായ പോക്കറിന്റെ ചെരുപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പോലീസും ഫയർഫോഴ്സും ഡോഗ് സ്ക്വാഡും ചേർന്ന് പ്രദേശത്ത് പരിശോധന നടത്തുകയാണ്. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി. സോണൽ, ഇപ്പോൾ ഈ വയോധികൻ താമസിക്കുന്നിടത്തു നിന്നും എത്ര അകലെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ കാണാതായിരിക്കുന്നത്? ബന്ധുക്കൾ എന്താണ് പറയുന്നത്? ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുകയാണല്ലോ. അസ്മൃതി, തീർച്ചയായിട്ടും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇന്നലെ വൈകിട്ടോട് കൂടിയാണ് ഈ 96 വയസ്സുള്ള പോക്കറിനെ കാണാതാകുന്നത്. ഈ പ്രദേശം, അതായത് വീടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് ഉൾപ്പെടെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് പ്രമാണിച്ച് തന്നെ ഇന്നലെ നാട്ടുകാർ ഉൾപ്പെടെ ചേർന്ന ഈ പരിസര പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഇന്ന് രാവിലെയോട് കൂടി പോലീസും ഫയർഫോഴ്സും ഡ്രോണും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെയുള്ള സംഘങ്ങളെത്തി പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ പ്രദേശവാസികളും പഞ്ചായത്ത് പ്രസിഡന്റും കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? നിലവിൽ തെരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെ 3 മണിക്കാണ് ആളെ കാണാതായിട്ടുള്ളത്. പ്രായമായ ആളാണ്. ഇപ്പോൾ ചെരുപ്പ് കണ്ടു എന്നുള്ളൊരു നിലവിലാണ് ഇപ്പോൾ ഇവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സ് എല്ലാവരും ഉണ്ടല്ലേ? ഫയർഫോഴ്സ് ഉണ്ട്, ജനങ്ങൾ എല്ലാവരും ഉണ്ട്. എല്ലാവരും സജീവമായിട്ട് തന്നെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പരിസര പ്രദേശത്തുള്ള ആൾ തന്നെയാണല്ലേ കാണാൻ? പരിസര പ്രദേശത്തുള്ള ആൾ തന്നെയാണ് കാണാതായിട്ടുള്ളത്. 96 വയസ്സ് പ്രായ ആളാണ്. സാധാരണഗതിയിൽ മൂപ്പര് മക്കളെടുത്ത് കാണുകൊണ്ടൊക്കെ മാറി താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇന്നലെ അതേമാതിരി 3 മണിക്ക് ശേഷം ഇന്ന സ്ഥലത്തുണ്ടോ ചോദിച്ചില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് അപ്പോൾ ഇങ്ങനെ തെരച്ചിൽ നടത്തേണ്ടി വന്നത്. ഏതായാലും ഈ കോറിയുടെ തൊട്ടടുത്ത് വെച്ചിട്ടാണ് 2 ചെരുപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിലെ മോൾ ഭാഗത്ത് വെച്ചിട്ട് അവിടെ വേറെ ആളുകൾ കണ്ടു. അപ്പോൾ ഏകദേശം ഈ ഭാഗത്ത് തന്നെയാണ് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പം നിൽക്കുന്നത്. കാരണം പോലീസ് നായ അവിടെയൊക്കെ പരിസര പ്രദേശമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗമായിട്ട് നാട്ടുകാർ ഇന്നലെ ആ സമയം മുതൽ ഇന്നലെ രാത്രി 3 മണി വരെ പരിസര പ്രദേശത്തുകാർ മുഴുവൻ തെരച്ചിലായിരുന്നു. ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പോൾ ഇന്ന് രാവിലെയാണ് ചെരുപ്പ് അടച്ച് കാണാൻ സാധിച്ചത്. അപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.